പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണമായ, അതിന്റെ ആധാര ശിലയായ, ഇന്നും ലോകത്ത് ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും വിട്ടുവീഴ്ചയാൻ സന്നദ്ധമായിട്ടില്ലാത്ത അതിന്റെ ബലിഷ്ഠമായ തൂണാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ തൗഹീദിന്റെ മർമ്മം ഞാൻ ആദ്യം സൂചിപ്പിക്കേണ്ടായ 5 കാര്യങ്ങളാണ്. ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറയാം. 5 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏകനായ അല്ലാഹുവാണ്. 2, ഈ പ്രാപഞ്ചിക സംവിധാനത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് ഏകനായ അല്ലാഹുവാണ്, റബ്ബ്. 3, ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ മുഴുവൻ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന മുദബ്ബിർ, തദ്ബീർ, ആസൂത്രകൻ, അത് മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അല്ലാഹു മാത്രമാണ്. അവന്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. 4, അവനാണ് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മ തിന്മകൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. 5, അവനാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ശരിയും തെറ്റും പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. ഈ 5 കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൽ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ചെയ്യുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നന്മ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകരുത്. നമ്മളൊക്കെ പതറിപ്പോകുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ കിട്ടാതെ വരുമ്പോഴാണ്, നമ്മളൊക്കെ പതറിപ്പോകുന്ന, തട്ടിമാറ്റാൻ പറ്റാത്ത തിന്മകൾ നമ്മളെ പിടികൂടുമ്പോഴാണ് പ്രതികൂല സാഹചര്യം. വിശ്വാസ ദൗർബല്യം എന്ന് പറയുന്ന ഉടലെടുക്കുന്ന ഈ 2 പോയിന്റുകളുമാണ്. വിശ്വാസ ദൗർബല്യം, ഏത് സമൂഹത്തിലും വിശ്വാസ ദൗർബല്യം കടന്നു വരുന്നത് ഈ 2 പോയിന്റിൽ നിന്നുമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾക്ക് എന്ത് മുസീബത്ത് സംഭവിച്ചാലും നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം. മരിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ മെഴുകുതിരി അത് കെട്ടുപോയാലും ആ സമയത്ത് ഇന്നാ ലില്ലാഹി പറയണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മെഴുകുതിരി കെട്ടുപോയി, നമ്മളാരും ശീലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ആദ്യമായി പറയുന്നത് ഇന്നാ ലില്ലാഹിയാണ്. നിങ്ങളൊന്ന് പറഞ്ഞ് ശീലിച്ചു നോക്കുക. എന്ത് സാധനം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും ഉടൻ തന്നെ നിങ്ങൾ ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞ് നിങ്ങൾ ശീലിച്ചു നോക്കുക. എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയാം. 99% സാധനങ്ങളും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില സാധനങ്ങൾ മാത്രമാണ് കിട്ടാതെ പോയിട്ടുള്ളത്. വലിയ പവർഫുൾ ആയിട്ടുള്ള വാക്കാണ് ഇതാ അസാബത്തും മുസീബത്തും. നിങ്ങളൊന്ന് ശീലിക്കുക. എന്ത് നഷ്ടപ്പെട്ടാലും, നിങ്ങളുടെ കോടിക്കണക്കിന് നഷ്ടപ്പെട്ടാലും, നിങ്ങളുടെ ഒരു മുട്ടുസൂചി നഷ്ടപ്പെട്ടാലും, അത് ന്യായവും ഹലാലുമായ വസ്തുവാണെങ്കിൽ അല്ലാഹു തആല തിരിച്ചറിയാനുള്ള സമീപനം സ്വീകരിക്കും. ഇന്നാലില്ല, ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ത് വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിന്റെ അപ്പുറത്തേക്ക് അല്ലാഹു അല്ലാത്ത ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ മർമ്മം. പക്ഷെ നമ്മൾ പതിപ്പോകുന്ന അവിടെയാണ്. നമുക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ എവിടെന്താണ് അത്താണി കിട്ടുക, നമ്മൾ പരക്കം വായിക്കുകയാണ്. രോഗം വരുമ്പോൾ ആശുപത്രികൾ തപ്പിപ്പോകുന്നത് മാതിരി നമ്മൾ പരക്കം വായിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ദൗർബല്യത്തിലേക്ക് അന്ധവിശ്വാസം കയറി വരുന്നത്. പിശാച് പിടിമുറുക്ക്, അപ്പോഴാണ് നമ്മൾ തെറ്റിപ്പോവുക. മറ്റേ നമ്മൾ ആഗ്രഹിച്ച് നടക്കുന്നില്ല. പരീക്ഷ എത്രയോ പ്രാവശ്യം എഴുതിയിട്ടും BSc പാസ്സാകുന്നില്ല, SLC പാസ്സാകുന്നില്ല, കച്ചവടം എത്രയോ രക്ഷപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ പ്രസംഗിലാവും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുമ്പോഴും, ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിനെ തടയാൻ പറ്റാതെ വരുമ്പോഴുമാണ് നമ്മളുടെ ഉള്ളിലേക്ക് തെറ്റായ വിശ്വാസ പ്രമാണങ്ങൾ കടന്നു വരിക. ആ സമയത്ത് തൗഹീദിൽ അടിയുറച്ചു നിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസാധാരണമായ മനുക്കരുത്ത്, ഈമാനികമായ കരുത്ത് നമുക്ക് വേണം. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ. ഞാൻ ആവർത്തിച്ചു ആയതാണ്, ഒരു ദാസൻ അല്ലാഹു മതിയായവനല്ലേ. ഇത് ബലിഷ്ഠമായി നമ്മുടെ മനസ്സിൽ അടിയുറപ്പിച്ച് നിർത്തണം. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്ക് നമ്മൾ തിരിയുകയില്ല. ഈ ലോകത്തെ പ്രപഞ്ചത്തിൽ അവനല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാഹുവിന്റെ 2 പരമാധികാരമുണ്ട്. ഒന്ന് വഹയും മറ്റൊന്ന് ഖദറുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് വഹയാണ്. വഹി എന്ന് വെച്ചാൽ അല്ലാഹു പ്രവാചകന്മാർക്ക് അയച്ചു കൊടുത്തതാണ്. അതിൽ ഇടപെടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. പ്രവാചകന്മാർക്കല്ലാതെ ലോകത്താർക്കും അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുക്കുകയുമില്ല. വഹി എന്ന് പറയുന്നത് അല്ലാഹു ലോകത്തൊരാൾക്കും ഒരു ശക്തിക്കും ഇടപെടാൻ സാധ്യമല്ലാത്ത ഒന്നാണ്. രണ്ടാമത്തത് ഖദറാണ്. ഖദർ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്ന നന്മകളും തിന്മകളും ഈ രണ്ടും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ലൗഹുൽ മഹ്ഫൂദിലാണ്, സിദ്റത്തുൽ മുൻതഹ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഖുർആനെ പറ്റി പറയുന്നുണ്ട്,
അതാ ലൗഹുൽ മഹ്ഫൂദിലാണ് നമ്മുടെ നന്മ തിന്മകൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത്. ആ കിതാബ് വിശുദ്ധ ഖുർആൻ അതേമാതിരി തന്നെ എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും ലോകത്ത് മാറ്റം വരുത്താൻ വഹീന് മാറ്റം വരുത്താൻ കഴിയില്ല. വഹീ മാറ്റം വരുത്താൻ കഴിയില്ല. ഖദറും വേണമെങ്കിൽ ദുആ ചെയ്ത് അല്ലാഹു തആല മാറ്റി തരുന്നതാണ്. അതും കൂടി ചേർത്താണ് അല്ലാഹു തആല ഖദറിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു രോഗം, കഠിനമായ രോഗം വരും, നിങ്ങൾ ചികിത്സിക്കും. അവസാനം അല്ലാഹുവിന്റെ മുന്നിൽ താണുകയാണ് അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷയിൽ കൂടിയാണ് നിങ്ങൾക്ക് രോഗശമനം തരിക എന്നതും അല്ലാഹു ഖദറിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചികിത്സിച്ചാൽ മാത്രം മതിയാവുകയില്ല. അതുകൊണ്ടാണ് ഖദറിൽ കൂടിയാണ്, ദുആയിൽ കൂടിയും നമ്മുടെ ഭൗതികമായ പ്രാർത്ഥനയിൽ കൂടിയും ചികിത്സയിൽ കൂടിയുമാണ് ഒരു രോഗത്തിന്റെ അല്ലാഹുവിന്റെ ആത്യന്തികമായ ഖദറിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മാരക രോഗം പടർന്നു പിടിച്ച ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി സഹാബാക്കൾ പറഞ്ഞു, അവിടെ മാരക രോഗമാണ്, പകർച്ചവ്യാധിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയി. അപ്പൊ ചില സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ വിധിയിൽ വിശ്വസിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ വിധിയില്ലെങ്കിൽ താങ്കൾക്ക് എവിടെ പോയാലും ആ രോഗം വരില്ലല്ലോ. അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ താങ്കൾ തിരിച്ചു പോയാലും രോഗം വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്, ഞാൻ പോകുന്നത് മിനൽ ഖദരി ഇലൽ ഖദർ, ഒരു ഖദറിൽ നിന്നും മറ്റൊരു ഖദറിലേക്കാണ്. ഖദറിൽ നിന്നും ഒളിച്ചോടുകയില്ല, ഖദറിന്റെ പരിധിയിൽ നിന്ന് പുറത്തേക്കല്ല പോകുന്നത്. ഒരു ഖദറിൽ നിന്നും അള്ളാഹുവിന്റെ മറ്റൊരു ഖദറിലേക്കാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എവിടെ ഓടിയാലും ഒരു ഖദറിൽ നിന്നും അല്ലാഹുവിന്റെ മറ്റൊരു ഖദറിലെ നിങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് രണ്ടും തിരുത്താൻ സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ നന്മകളെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റിലാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ അന്ധവിശ്വാസം ഞാൻ വിശദമായി സൂചിപ്പിച്ചു. ഇവിടെയാണ് മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ, ചില മഹാന്മാരായ ആളുകൾ, പുണ്യാളന്മാരായ വിശുദ്ധന്മാരായ ആളുകൾ, ഔലിയാക്കളായ ആളുകൾ, അവരേറ്റവും അത്യുന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരുകയും ആത്മീയമായി വലിയ ഉയർന്ന പദവിയിൽ എത്തിച്ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല അവർക്ക് ചില പദവികൾ നൽകും. ആ പദവികൾ നൽകിക്കൊണ്ട് അവർക്ക് മനുഷ്യന്മാരെ സഹായിക്കാൻ കഴിയും എന്ന ഒരു ധാരണ വരികയും അങ്ങനെ അത്തരം ആളുകളെ ഔലിയാക്കൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ സമീപിച്ച് അവരോട് ചോദിക്കും. അപ്പോഴും ആ സമൂഹത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ജനിക്കുമ്പോഴുള്ള കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, അങ്ങനെ കുറെ മഹാന്മാരുണ്ട്, അവരുടെ അടുക്കൽ പോയി നമുക്ക് ചോദിക്കാം. ചോദിക്കുമ്പോൾ അവർക്ക് അള്ളാഹു നൽകിയ കഴിവുകൾ കൊണ്ട് അവർ നമുക്ക് എന്തെങ്കിലും നേടിത്തരും എന്നൊരു വിശ്വാസമായിരുന്നു. കഴിവ് അവർക്കല്ല, അള്ളാഹുവിനാണ്. അപ്പോഴും വിശ്വാസം എങ്ങനെയായിരുന്നു? കഴിവ് അവർക്കല്ല, അള്ളാഹുവിനാണ്. പക്ഷെ അള്ളാഹുവിന് ചില കഴിവുകൾ കൊടുത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു, ആ കഴിവുകൾ പെർമനന്റ് ആണോ താൽക്കാലികമാണോ? കറാമത്ത് മുഅ്ജിസത്ത് പോലും പെർമനന്റ് അല്ല, താൽക്കാലികമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വടിയിട്ടാൽ പാമ്പാകുമെന്ന് വെച്ചാൽ എവിടെ കൊണ്ടുപോയി വടിയിട്ടാലും പാമ്പാകില്ല. മൂസാ നബിയുടെ വടി കൊണ്ട് അടിച്ചാൽ സമുദ്രം പിളരുമെന്ന് വെച്ചാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഏത് സമയത്ത് അടിച്ചാലും സമുദ്രം പിളരില്ല. അദ്ദേഹത്തിന്റെ വടി കൊണ്ട് കല്ലിനെ അടിച്ചാൽ ഏത് കല്ലിൽ അടിച്ചാലും ആ പാറ പിളരില്ല. അത് പെർമനന്റ് ആയി കൊടുത്തിരിക്കുന്ന കഴിവല്ല. ആ വടി കൊണ്ട് അല്ലാഹു അടിക്കാൻ പറയുമ്പോൾ അടിച്ചെങ്കിൽ മാത്രമേ ആ കഴിവ് കിട്ടുകയുള്ളൂ എന്നതിൽ ആ മുഅ്ജിസത്ത് പോലും സ്ഥായിയായ കഴിവല്ല. പക്ഷെ ഇവർ പ്രചരിപ്പിച്ചു കറാമത്ത് എന്ന് പറയുന്നത് സ്ഥായിയായ കഴിവാണ്. അങ്ങനെ അവരുടെ മൗലൂദ്, റാത്തീബ് പോലെ തപസ്സുകൾ, ഇസ്തിഗ്ഫാറുകൾ കൂടിയായി ഒരു പ്രത്യേക അവസ്ഥയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വരുന്നത്. ഇത് ശരിയായ സമീപനമല്ല എന്ന് പറഞ്ഞു ഇസ്ലാം സ്വീകരിക്കാൻ പോവുകയല്ല. സ്വാഭാവികമായും ആ പാരമ്പര്യ വിഭാഗവും നവോത്ഥാന അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവർ സ്വീകരിച്ചില്ല. അപ്പൊ അവരാ വഴിയിലും പോയി, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തൗഹീദിന്റെ വഴിയിലും പോയി. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയല്ല, ഞങ്ങൾ ഈ വഴിയിൽ പോകുമെന്ന കാഴ്ചപ്പാടല്ലാതെ ഈ സമൂഹവുമായി ആത്യന്തികമായി ബന്ധവിച്ഛേദത്തിന്റെ കാഴ്ചപ്പാടോ, അവരുടെ പുറകിൽ നമസ്കാരം പാടില്ല എന്നുള്ള കാഴ്ചപ്പാടോ, അവർക്ക് സലാം പറയാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടോ, അവരുമായി കച്ചവട ബന്ധം പാടില്ല എന്നുള്ള കാഴ്ചപ്പാടോ, അവർക്ക് കുട്ടികളെ ഭാഗം വെച്ചു കൊടുക്കാൻ പാടില്ല കാഴ്ചപ്പാടോ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വിശ്വാസം ഇതാണ്, അത് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. ബാക്കിയുള്ള സാമൂഹ്യ ബന്ധങ്ങളെല്ലാം കേരളത്തിൽ ഏറെക്കുറെ കുഴപ്പമില്ലാതെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ പാരമ്പര്യ വിഭാഗവും നവോത്ഥാന വിഭാഗം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് പാരമ്പര്യ വിഭാഗത്തിൽ 86 പിളർപ്പുണ്ടായി. ഞാൻ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി പറയാം, കഥ പറയല്ല. 86 ശരീഅത്ത് വിഭാഗത്തിൽ പിളർപ്പുണ്ടായി. ഇന്ത്യൻ മുസ്ലിങ്ങൾ മൊത്തം ഒരുമിച്ച് കേട്ട സമയത്ത് കേരളത്തിൽ പിളർന്നു. ആ പിളർന്നുപോയ വിഭാഗം പറഞ്ഞത്, നേരത്തെ ഉള്ള പാരമ്പര്യ വിഭാഗത്തിന് വേണ്ടത്ര സുന്നത്തിൽ തീവ്രത പോരാ, ഇവർ പുത്തൻ പ്രസ്ഥാനക്കാരുമായി വിട്ടുവീഴ്ച ചെയ്യുന്നു. അതുകൊണ്ട് പുത്തൻ പ്രസ്ഥാനക്കാരുമായി ഒരു കാരണവശാലും വിട്ടുവീഴ്ച, അവരുമായിട്ട് മിണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, അവർക്ക് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല, അവരുടെ പള്ളികളിൽ നമസ്കരിക്കാൻ പാടില്ല, അവരുടെ പുറകിൽ ഇമാമായി നിന്നാൽ നമ്മൾ അവരുടെ നമസ്കരിക്കാൻ പാടില്ല.
അവർക്ക് ഇമാമായി നിൽക്കാനും പാടില്ല എന്നതാണ്. അവർക്ക് ഇമാമായി നിൽക്കാനും പാടില്ല. അതുകൊണ്ട് പള്ളിയിൽ കയറി വന്ന് അവർ നമസ്കരിക്കുകയാണെങ്കിൽ അവരുടെ പള്ളിയിലെ ഇടത് ഭാഗത്തെ ഭിത്തിയിൽ ചേർന്ന് നമസ്കരിക്കും. കാരണം തന്റെ പുറയിൽ പോലും വന്ന ഒരാൾ നിൽക്കരുത്. കാരണം വലതു ഭാഗത്താണ് ആദ്യം നിൽക്കേണ്ടത്. നിൽക്കാൻ സ്ഥലം കൊടുക്കാൻ ഇടത് ഭാഗത്ത് വലതു ഭാഗത്ത് നിൽക്കാൻ പാടില്ല. അവരുടെ മദ്രസയിൽ പഠിപ്പിക്കാൻ പാടില്ല. അവരുമായി ഒരു ബന്ധവും പാടില്ല എന്ന ആത്യന്തികമായ തീവ്രത അവർ രണ്ടായി പിളർന്നു. ഞാൻ പശ്ചാത്തലം മനസ്സിലാക്കാൻ രണ്ടായി പിളർന്നു. അങ്ങനെ 86 മുതൽ ഈ പാരമ്പര്യ വിഭാഗം രണ്ടായി മുമ്പോട്ട് പോവുകയാണ്. അവർ തമ്മിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിലേക്കല്ലേ കിടക്കുന്നത്. അതിനുശേഷം അവരാണ് കേരളത്തിൽ പ്രവാചകന്റെ തിരുശേഷിപ്പ് എന്ന ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത്. നബിയുടെ തിരുശേഷിപ്പ്, നബിയുടെ തിരുശേഷിപ്പിൽ ആകെ ലോകത്തുണ്ട് എന്ന് പറയപ്പെടുന്നത് മുടി മാത്രമാണ്. ഉണ്ടോ ഇല്ലയോ അല്ലാഹു അലം. ഞാൻ ഉണ്ടോ എന്നതിനെപ്പറ്റി വിശകലനം ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ല എന്ന് വിശകലനം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ മൗലികമായ അർത്ഥം വിശുദ്ധ ഖുർആനിലെ തിരുശേഷിപ്പിലെ പ്രവാചകന്റെ തിരുശേഷിപ്പിന്റെ പ്രാധാന്യത്തെ പറ്റി എന്തെങ്കിലും നമ്മൾ ഇതേവരെ വായിച്ചിട്ടില്ല. പ്രവാചകന്റെ തിരുസുന്നത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുസുന്നത്ത്. അപ്പൊ പ്രവാചകന്റെ തിരുസുന്നത്താണോ നമ്മുടെ ശരിയായ വഴി, ഹക്കിന്റെ വഴി, അതോ പ്രവാചകന്റെ തിരുശേഷിപ്പാണ് ഹക്കിന്റെ വഴി എന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ തിരുസുന്നത്താണ്. പക്ഷെ തിരുശേഷിപ്പ് മുടി എന്ന് പറയുന്ന പ്രശ്നം കൊണ്ടുവന്നു. പക്ഷെ ആദ്യത്തെ വിഭാഗത്തിന് മുടിയിൽ വിശ്വാസമുണ്ട്, പക്ഷെ ഇത് വ്യാജ മുടിയാണ്. ഇവിടെയാണ് പ്രശ്നം. ഒന്നിൽ നിങ്ങൾ ഒരു തെറ്റായ കാര്യത്തിൽ അടിസ്ഥാനപരമായി നിങ്ങൾ തുടക്കം കുറിച്ചാൽ മറ്റുള്ളവർ അതിന്റെ ആത്യന്തികതയിലേക്ക് കൊണ്ടുപോകും. മുടിയുടെ വിശുദ്ധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷെ ഇവരുടെ കയ്യിലുള്ളത് വ്യാജ മുടിയാണ്. അങ്ങനെ ഒറിജിനൽ മുടിയോ വ്യാജ മുടിയോ, ഇതാണ് തർക്കം. കേരളത്തെ ഇളക്കി മറിച്ച ഒരു തർക്കമായിരുന്നു. ഇവിടുത്തെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അഭിപ്രായം പറഞ്ഞു. ആ വിഷയത്തിലാണ് മുൻ മുഖ്യമന്ത്രി ബോഡി വേസ്റ്റ് എന്ന അഭിപ്രായം വരെയും പ്രകടിപ്പിച്ചത്. അങ്ങനെ അവർ വൃക്ഷമായിരുന്നു. അവർ മുടിയെ അംഗീകരിക്കുന്നു, കയ്യിലുള്ള മുടി ഒറിജിനലോ വ്യാജമോ. ഞാൻ അതല്ല വിജയാവണമെന്നും ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പാരമ്പര്യ വിഭാഗത്തിൽ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മൊത്തം മുസ്ലിം സമൂഹത്തിൽ എടുക്കുകയാണെങ്കിൽ നാലാമത്തെ ഗ്രൂപ്പ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവരാണ് ആത്യന്തിക ഭീകരമായ അവസ്ഥയിലേക്ക് ആ വിഭാഗത്തെ എതിർത്തുകൊണ്ട് കേരളത്തിലെ ഈ രണ്ട് സുന്നി വിഭാഗങ്ങളും സമസ്തയുടെ രണ്ട് വിഭാഗങ്ങളും ഇന്ന് കേരളത്തിൽ അതിശക്തമായ രംഗത്ത് വന്നുകൊണ്ട് അവർ കുഫറിന്റെയും ഷിർക്കിന്റെയും വക്താക്കളാണ് എന്നാണ് പറയുന്നത്. പുത്തൻവാദികളെന്നോ വിദ്വത്വാദികളെന്നോ അല്ല അവർ പറയുന്നത്. ഷിർക്കിന്റെയും കുഫറിന്റെയും വക്താക്കളാണ് അവർ. പരസ്യമായി അവർ പറയുന്ന ഷിർക്കാണ്, പരസ്യമായി അവർ പറയുന്ന കുഫറാണ്. എവിടെ നിന്നാണ് പറഞ്ഞ തരീക്കത്തെ പറ്റി അവർ നിങ്ങൾ ഓർക്കണം. തരീക്കത്ത് 4 ഘട്ടമാണ്. 1-ാം ഘട്ടം നേരത്തെ പറഞ്ഞ തരീക്കത്ത്, 4-ാം ഘട്ടം മാരിഫത്താണ്. ഇപ്പോൾ അവർ പറയുന്നു കേരളത്തിലെ ഒരു വലിയ കോഴിക്കോട് മടവൂർ എന്ന പട്ടണത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു വലിയ 4-ാമത്തെ ഘട്ടത്തിലെത്തിയിരിക്കുന്നു, മാരിഫത്തിന്റെ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ബാക്കി ആരും അവിടെ എത്തിയിട്ടില്ല. മാരിഫത്തിന്റെ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റസൂലിന്റെ വഴി ഇല്ലാതെ തന്നെ അള്ളാഹുവിനെ സമീപിക്കാം. ബാക്കിയുള്ളവർക്കെല്ലാം അള്ളാഹുവിനെ സമീപിക്കണമെങ്കിൽ റസൂലിന്റെ വഴി വേണം. തരീഖത്തിലും ഹഖീഖത്തിലും ഒക്കെ എത്തിയിരിക്കുന്നവർക്ക്, ശരീഅത്തിലും ഒക്കെ എത്തിയിരിക്കുന്നതിന് അള്ളാഹുവിനെ സമീപിക്കാൻ റസൂലിന്റെ വഴി വേണം. മഅരിഫത്തിലെത്തിയവർക്ക് റസൂലിന്റെ വഴി വേണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ മനസ്സിലാക്കണം, അവർ ലയിച്ചു ചേരുകയാണ്. അഗ്നി പോലെ അവർ ലയിച്ചു ചേരുകയാണ്. അവർ കനൽ ഹക്ക്, ഞാനാണ് ഹക്കെന്ന് പറയാം. സുബ്ഹാനി, ഞാനാണ് പരിശുദ്ധൻ എന്ന് പറയാം. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ എത്തിച്ചേർന്നാൽ അവർ പിന്നെ അള്ളാഹുവിന് വിലയം പ്രാപിച്ച് അള്ളാഹുവിന്റെ എല്ലാ അധികാരവും അവർക്ക് കിട്ടി. ആ വ്യക്തിയെ വേണമെങ്കിൽ പടച്ചവൻ എന്ന് പോലും പറയാം. ഇപ്പോൾ അദ്ദേഹത്തെ, ആ ശൈഖിനെ ഞങ്ങളുടെ പടച്ചവനാണ്. ഇപ്പോൾ അതിനെ ഏറ്റവും എതിർക്കുന്നത് ഈ നവോത്ഥാന പ്രസ്ഥാനക്കാരല്ല, ഈ പാരമ്പര്യ സുന്നി വിഭാഗത്തിൽപ്പെട്ട 2-ാമത്തെ ഗ്രൂപ്പാണ്. ഏറ്റവും രൂക്ഷം അവരെന്താ പറയുന്നത്? തരീഖത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ ഇത് വ്യാജ തരീഖത്താണ്, ഇത് കള്ള തരീഖത്താണ്. ഏതുപോലെ മുടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ ഇത് വ്യാജ മുടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നു തരീഖത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇത് കള്ള തരീഖത്താണ്, കള്ള തരീഖത്താണ്. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്ന ആത്യന്തികമായി അള്ളാഹു നമുക്ക് പഠിച്ചവെന്ന്, ഇദ്ദേഹത്തെ പഠിച്ചവെന്ന് പറയാം. അള്ളാഹുവിന്റെ എല്ലാ അധികാരങ്ങളും ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. പ്രപഞ്ചം നിയന്ത്രിക്കാനുള്ള അധികാരം വരെയും മുദബ്ബിറുൽ ആലം, മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ നിയന്താവ് എന്ന പട്ടം ഇദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരിക്കുന്നു. അപ്പൊ അതിനെ വിമർശിച്ചപ്പോൾ അവർ ചോദിച്ച മറുപടി, അള്ളാഹുവിന് അവന്റെ അധികാരം ആർക്കും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ചോദ്യമാണ്, ലോജിക്കാണ്. അള്ളാഹുവിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹു തന്റെ അധികാരം, ഈ ലോകത്തെ നിയന്ത്രിക്കാനുള്ള തന്റെ അധികാരം വേറെ ഒരു വലിയന് കൊടുക്കാൻ അള്ളാഹുവിന് സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഭയങ്കരമായ ചോദ്യം ചെയ്യും. അള്ളാഹുവിന് സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും കൊടുക്കാം.
നിങ്ങളുടെ ഒരു അധികാരമുണ്ടെങ്കിൽ അധികാരം ആർക്കും കൈമാറാം. അങ്ങനെ കൈമാറിയാൽ അള്ളാഹുവിന്റെ അധികാരത്തിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്, അവൻ എന്തും ചെയ്യാം. അതുകൊണ്ട് അവന്റെ പൂർണ്ണമായ പ്രപഞ്ച നിയന്ത്രണം എന്നുള്ള അധികാരം അവൻ ഈ ശൈഖിന് കൊടുത്തിരിക്കുകയാണ്. കൊടുത്താൽ എന്താണ് തെറ്റ്? അങ്ങനെ കൊടുത്തെങ്കിൽ ആ വ്യക്തിയെ പടച്ചവനെന്ന് വിളിക്കുന്നത് എന്താണ് തെറ്റ്? നിങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോകും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മനുഷ്യ ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഈ രൂപത്തിൽ ഒരു വ്യക്തിയെ പടച്ചവൻ എന്ന് വിളിക്കാം, ഖാലിഖ് എന്ന് വിളിക്കാം, സൃഷ്ടാവെന്ന് വിളിക്കാം, ഹയ്യുൽ ഖയ്യൂം എന്ന് വിളിക്കാം, ഹയ്യുൽ ഖയ്യൂം എന്ന് ഈ ആ വലിയ വിളിക്കാം. ഖുതുബുൽ ആലമാണ് അദ്ദേഹം. മിനൽ അർളി ഇല സറാ, ആകാശം മുതൽ ഭൂമി വരെയുള്ള മുഴുവൻ മേഖലകളും നിയന്ത്രിക്കുന്ന ഖുതുബുൽ ആലം. മിനൽ അർളി ഇല സറാ, സറാ എന്ന് വെച്ചാൽ മണ്ണാണ്, അർള് എന്ന് വെച്ചാൽ വാനമാണ്. മുഴുവൻ നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ്. മാലിക്കുൽ മുൽക്കാണ് അദ്ദേഹം. മാലിക്കുൽ മുൽക്ക് അള്ളാഹുവിന്റെ വിശേഷമാണ്. അള്ളാഹുവിന്റെ വിശേഷമാണ്. എങ്ങനെ കൊടുക്കും? അള്ളാഹു അദ്ദേഹത്തിന് അധികാരം കൊടുത്തിരിക്കുന്നു. മാലിക്കുൽ മുൽക്ക് അദ്ദേഹം അർശിനെയും കുർസിയെയും നിയന്ത്രിക്കുന്ന അധിപനാണ്. അള്ളാഹുവിന്റെ ആസ്ഥാനമാണ് അർശ്. അൽ അർശിസ്തവ വസിയ കുർസിയുഹു സമാവാതി വൽ അർള്. അർശും കുർസിയും വരെയും അദ്ദേഹത്തിന് അല്ലാഹു തആല ഇരിപ്പിടം നൽകിയിരിക്കുകയാണ്. ഇതൊക്കെ കേരളത്തിൽ പറഞ്ഞെടുക്കുന്ന ഒരു ഗ്രൂപ്പ് മലബാറിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഈ ഭാഗത്തേക്ക് വരവ് വളരെ കുറവുമാണ്. അവിടെ നിങ്ങോട്ട് വരുന്നതോറും ഡൈല്യൂട്ടായി വരും. കോഴിക്കോട് മലപ്പുറത്ത് പുറപ്പെട്ടിങ്ങനെ വരുന്നതോറും ഡൈല്യൂട്ടായി വരും. അങ്ങനെ ഒരു ഗുണം ഈ പ്രദേശത്തിനുണ്ട്. അതുകൊണ്ട് നമുക്കാർക്കും ഇത് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നമ്മളാണെങ്കിൽ എവിടെ നമ്മളാണെന്നാലും, പക്ഷേ നമ്മളിതൊക്കെ കേൾക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തെറ്റിന്റെ ഒരു ചെറിയ കവാടം തുറന്നാൽ ആ കവാടത്തിൽ കൂടി വലിയ തെറ്റുകൾ കടന്നു വരും. കള്ള് വിൽക്കാൻ കുടിക്കാമെന്ന് അനുവാദം കൊടുത്താൽ കള്ളിൽ കൂടി ചാരായം കടന്നു വരും. ചാരായത്തിൽ കൂടി കഞ്ചാവ് കടന്നു വരും. കഞ്ചാവത്തിൽ കൂടി MDMA കടന്നു വരും. MDMAയിൽ കൂടിയാണ് കൃത്രിമമായ എല്ലാവിധ ലഹരിയും കടന്നു വരിക. അപ്പൊ MDMAയുടെയും നാർക്കോട്ടിക്കിന്റെയും പ്രവേശന കവാടം ഈ തെങ്ങിന്റെ കള്ളിന് അനുവാദം കൊടുക്കുന്നതാണ്. നിങ്ങൾ തവസ്സുലിനും ഇസ്തിഗാസയ്ക്കും അനുവാദം കൊടുത്താൽ ആ അനുവാദം കൊടുത്ത പള്ളിയിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ തെറ്റായ വിശ്വാസ പ്രമാണങ്ങൾ കടന്നു വരിക. ഒരു തുള്ളി വെള്ളം കടന്നു വരാൻ നിങ്ങൾ തുളയിട്ട് കൊടുത്താൽ അതിൽ കൂടി വെള്ളം കടന്നു വന്ന് അവസാനം ആ ഭിത്തി തകർന്നരിപ്പണമായി പോകും. അതുകൊണ്ടാണ് മദ്യത്തെ പറ്റി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നത് മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി വസ്തുക്കൾ, ഏതൊരു വസ്തു അധികം കഴിച്ചാൽ ലഹരി ബാധിക്കുമോ അതിന്റെ കുറഞ്ഞ അളവും ഹറാമാണ്. അധികം കഴിച്ചാൽ ലഹരി ബാധിക്കുന്ന ഒരു വസ്തുവിന്റെ കുറഞ്ഞ അളവും ഹറാമാണ്. നിങ്ങളൊരു പാനീയമുണ്ട്, 50 മില്ലി കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. 100 മില്ലി കഴിച്ചാൽ ലഹരി ഒന്നും ബാധിക്കില്ല. 250 മില്ലി കഴിച്ചാലും ബാധിക്കില്ല. ഒരു 500 മില്ലി കഴിച്ചാൽ ലഹരി ബാധിക്കുമെങ്കിൽ അതിന്റെ 5 മില്ലിയും ഹറാമാണ്. മാ അസ്കറ ഖലീലുഹു ഫകസീറുഹു ഫഖലീലുഹു ഹറാം. ഏതിന്റെ കൂടിയ അളവ് ലഹരി ഉണ്ടാക്കുന്നതാണോ അതിന്റെ കുറഞ്ഞ അളവും ലഹരി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു തിന്മയുടെയും തുടക്കം, നിങ്ങളുടെ അനാശാസ്യമായ സ്ത്രീ സമ്പർക്കത്തിന്റെ തുടക്കം ഒരു നോട്ടത്തിൽ നിന്നുമാണ്. നോട്ടം എന്ന് പറയുന്ന ചെറിയ തെറ്റാണ്. അവിടെ നിന്നാണ് പിന്നീട് വലുതായി അമിത ബന്ധത്തിലേക്ക് പോവുക. അതിന് നിങ്ങൾ അനുവാദം കൊടുത്താൽ ബാക്കി അതിലേക്ക് കടന്നു വരും. മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം മുടിക്കാദ്യം അനുവാദം കൊടുത്തു, ഒരു വിഭാഗം വ്യാജമുടിയുമായി വന്നു. തരീക്കത്തിന് അനുവാദം കൊടുത്തു, വേറൊരു ഭാഗം വ്യാജ തരീക്കത്തുമായി വന്നു. ഇപ്പോൾ അവർ പറയുന്നത് എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ, ഇബ്ലീസിനെ വരെയും വേണ്ടി വന്നാൽ ഇബ്ലീസും അദ്ദേഹത്തിന് അനുയായിയായി ഒരുപക്ഷെ മാറിയേക്കാം. മാറ്റാൻ അദ്ദേഹത്തിന്റെ കഴിവുണ്ട്. ഇബ്ലീസും അദ്ദേഹത്തിന്റെ കൊടി പിടിക്കും. ഇബ്ലീസിനെ വേണമെങ്കിൽ വീണ്ടും മലക്കിന്റെ ഉസ്താദാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. അവർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ എതിരാളികൾ ആ തരീക്കത്തിന് ഇബ്ലീസ് തരീക്കത്ത് എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. എതിരാളികൾ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇബ്ലീസ് തരീക്കത്തെന്നാണ്. അവരുടെ തരീക്കത്തിന്റെ പേര് അതല്ല, അത് സാവിയത്ത് സൂഫിയ എന്നാണ് അവർ പേര് വെച്ചിരിക്കുന്നത്. സാവിയത്ത് സൂഫിയ, സൂഫി കോർണർ, സാവിയ എന്ന് വെച്ചാൽ സെന്റർ, സൂഫിയ. അതിന് ഇബ്ലീസിനെ വരെയും മുസ്ലിമാക്കാൻ കഴിയും. അപ്പോൾ അവരോട് ചോദിച്ചു, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ലഅംലഅന്ന ജഹന്നമ, നിന്നെയും നിന്നെ പിൻപറ്റുന്നവരെയും കൊണ്ട് ഞാൻ നരകത്തെ നിറയ്ക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇബ്ലീസ് മുസ്ലിമായാൽ ഈ ആയത്ത് എന്ത് ചെയ്യും? ഇബ്ലീസ് ഇദ്ദേഹത്തിന്റെ കൊടി പിടിച്ചുകൊണ്ട് മുസ്ലിമായാൽ തർക്കമാണ്. ഇബ്ലീസ് മുസ്ലിം ആകുമോ? അതാണ് തർക്കങ്ങളുണ്ട്. തർക്കം നമ്മുടെ ഈ 20-ാം നൂറ്റാണ്ട് നടക്കുന്ന തർക്കമാണ്. ഇവിടെ ഇറാനെതിരായ യുദ്ധം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് മുസ്ലിം ആകുമെന്നുള്ളതാണ് ചർച്ച. അപ്പൊ അവരുടെ മറുപടി പറയുന്നു, ആകും, ഇബ്ലീസ് മുസ്ലിം ആകാം. ആയാലോ ഈ ആയത്തിന് എന്ത് ചെയ്യും? ഉടനെ മറുപടി പറയാൻ നമുക്ക് ശ്രദ്ധിക്കണം. അല്ലാഹു തആലയ്ക്ക് വേണമെങ്കിൽ ഖുർആനിലെ ഏതായത്തും മാറ്റാം. മാ നൻസഖു മിൻ ആയത്തിൻ ഔ നുൻസിഹാ
നഅതി ബിഖൈരിൻ മിൻഹാ മിസ്ലിഹാ. ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി വിശ്വസിച്ച് ഇബ്ലീസ് മുസ്ലിമായാൽ ആ ഇബ്ലീസുമായി ബന്ധപ്പെട്ട ആയത്ത് വേണ്ടി വന്നാൽ അല്ലാഹു മാറ്റിക്കൊടുക്കും. അപ്പൊ ചോദിച്ചു, അങ്ങനെ മാറ്റിക്കൊടുക്കുകയാണെങ്കിൽ ആ ആയത്ത് ആർക്കാണ് ഇറക്കുക? അതിന് മാത്രമേ ഈ മറുപടി പറയാനുള്ളൂ. ആ ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഈ പറയപ്പെട്ട വ്യക്തി നബിയായി. അതിന് മാത്രം ഒരു മറുപടി പറയുന്നില്ല. അങ്ങനെ ആയത്ത് അല്ലാഹു തആല മാറ്റുമെങ്കിൽ ഇബ്ലീസ് നരകത്തിൽ പോകുമെന്നുള്ള ആയത്ത് അല്ലാഹു തആല മാറ്റിക്കൊടുത്താൽ അത് ആർക്കാണ് ഇറക്കി കൊടുക്കുക? എന്ന് വെച്ചാൽ വഹീ മാറ്റാൻ പോലും അധികാരമുണ്ട്. ഒരു സാധാരണ ഔലിയ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അത് ആ കുട്ടിക്ക് സംസാരശേഷിയില്ല. ഇവർ ഉദ്ധരിക്കുന്ന കഥകളാണ്. സംസാരശേഷിയില്ല. അവിടെ വന്നപ്പോൾ ആ കുട്ടിക്ക് സംസാരശേഷി ഉണ്ടാക്കി തരാമെന്ന് ഇദ്ദേഹം ഈ ഖുതുബുൽ ആലം വാഗ്ദാനം നൽകി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൗഹുൽ മഹ്ഫൂദിൽ ഈ കുട്ടി സംസാരിക്കുന്നില്ല എന്ന് എഴുതിയത് ഞാൻ കാണുന്നുണ്ടല്ലോ. ആരാണ് വന്ന ഔലിയ? വന്ന ഔലിയ ലൗഹുൽ മഹ്ഫൂദിൽ എന്റെ കുട്ടിക്ക് സംസാരശേഷിയില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം ഖുതുബുൽ ആലം പറഞ്ഞ മറുപടി, നിങ്ങൾക്കത് കാണാനും വായിക്കാനുമേ കഴിയൂ, എനിക്കത് തിരുത്താൻ കഴിയും. ഇത് കേരളത്തിൽ ഉടനീളം മലബാറിൽ പ്രസംഗിച്ച് നടക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നും. കുറെ ആളുകൾ ആ കൂടെ കൂടി എന്തിന്റെ കൂടെ കൂടാനും ആളെ കിട്ടും, ധർമ്മത്തിന്റെ കൂടെ കൂടാനും ആളെ കിട്ടും. പുത്തൻ നബി എന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോൾ മിർസ ഗുലാമിന്റെ കൂടെ ആളെ കിട്ടിയാലാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിൽ ഈ കുട്ടി സംസാരിക്കില്ല എന്ന് എഴുതിയത് ഞാനിതാ തിരുത്തിയിരിക്കുന്നു. സംസാരിക്കു കുട്ടി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി സംസാരിച്ചു. ഇതിനപ്പുറം എന്താ വേണ്ടേ? ഈ കേരളത്തിലെ ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ പറയുന്നത്. ലൗഹുൽ മഹ്ഫൂദ് തിരുത്താൻ കഴിയും. വഹീൽ ഖുർആനിലെ ആയത്ത് വേണ്ടി വന്നാൽ തിരുത്താനെന്നത് ആവശ്യപ്പെടാൻ കഴിയും. മലക്കൽ ഇബ്ലീസിനെ വേണമെങ്കിൽ മുസ്ലിമാക്കി തന്റെ അനുയായിയാക്കി സ്വർഗത്തിൽ കടത്താൻ അദ്ദേഹത്തിന് കഴിയും. അപ്പൊ വഹിയും തിരുത്താം, ഖദറും തിരുത്താം. ഇതെവിടെ നിന്ന് വന്നു അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ അവർ പറയുന്നത് ഈ വ്യക്തി ലോകത്തിന്റെ മുദബ്ബിറാണ്. അതാണ് വിഷയം. മുദബ്ബിറാണ്. മുദബ്ബിർ എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, തൗഹീദിന്റെ രണ്ടിൽ നിന്ന് അവർ മൂന്നിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രത്യേകം മനസ്സിലാക്കണം, തൗഹീദിന്റെ മൂന്നാമത്തെ പോയിന്റിലാണ് നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ടീം തൗഹീദിന്റെ മൂന്നും കരുത് രണ്ടിൽ കയറി പിടിച്ചിരിക്കുകയാണ്. അതായത് ഒന്ന് അല്ലാഹു സൃഷ്ടാവാണ്, രണ്ട് അല്ലാഹു സംരക്ഷകനാണ്, മൂന്ന് അല്ലാഹു നിയന്താവാണ്, മുദബ്ബിർ. അപ്പൊ തൗഹീദിന്റെ മൂന്നാമത്തെ പോയിന്റിൽ കയറി പിടിച്ചിരിക്കുകയാണ്. പിടിച്ചിട്ട് അള്ളാഹുവിന്റെ മുദബ്ബിർ എന്നുള്ള യോഗ്യത ഇദ്ദേഹത്തിന് വകവെച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, അള്ളാഹു മുദബ്ബിറാണ് എന്ന് താങ്കൾ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് എന്ന് അവരുടെ വലിയ ഉസ്താദിനോട് ചോദിക്കുകയാണ്. വലിയ ഉസ്താദിന്റെ പേര് ഞാൻ പറയണ്ട. കഴിഞ്ഞ വർഷം ഞാൻ ഉദ്ധരിച്ചു, മുദബ്ബിറുൽ ആലമാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇമാം റാസി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി ഫഖ്റുദ്ദീൻ റാസി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില മനുഷ്യർക്ക് മുദബ്ബിറുൽ ആലമാകാം. അള്ളാഹുവിന്റെ പ്രാപഞ്ചിക നിയന്ത്രണത്തിൽ ചില വ്യക്തികൾക്ക് അള്ളാഹു അധികാരവും സ്വാധീനവും നൽകും. അങ്ങനെ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ ചംക്രമണത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. റാസി കൃത്യമായി ഞാൻ വായിച്ചു. റാസി അങ്ങനെ പറഞ്ഞിട്ടേയില്ല. റാസി പറയും, അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ചാൽ മുങ്ങിച്ചെന്ന് വലിച്ചെടുക്കുന്ന കറക്കെന്ന് വെച്ചാൽ മുങ്ങിച്ചെല്ലുക, നാദിവാത്ത് വലിച്ചെടുക്കുക. ലോകത്തിലെ മുഴുവൻ മുഫസ്സിറുകളും പറയുന്നു ഇത് അസ്രായീലിനെ പറ്റിയാണ്. മുങ്ങിച്ചെന്ന് വലിച്ചെടുക്കുന്നത് ദുഷ്ടാത്മാക്കളെയാണ്. നരകത്തിലേക്ക് പോകുന്നവൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവിനെ വേലിയിൽ ഉടക്കിയ തുണി വലിച്ചെടുക്കുന്ന മാതിരിയായിരിക്കും വലിച്ചെടുക്കുക. മുള്ളുവേലിയിൽ ഒരു തുണി ഉടക്കിയാൽ ആ തുണി എങ്ങനെയാണ് സുഹൃത്തുക്കളെ വലിച്ചെടുക്കുക? അത് വലിച്ചെടുക്കുമ്പോൾ നാനാഭാഗത്തും പിടിച്ച് കോറി കീറി വലിച്ചെന്നെ വരിക. ആ രൂപത്തിലായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് ഈമാനില്ലാതെ ആരെങ്കിലും മരിച്ചാൽ ആത്മാവ് പിരിക്കുന്ന രംഗമാണ് ഈ പറയുന്നത്. സാവകാശം പുറത്തെടുക്കുന്നവർ, അത് മുഅ്മിനിന്റെ യഥാർത്ഥ ഈമാനുള്ള മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ റൂഹ് എടുക്കുന്നത് വെണ്ണയിൽ നിന്നും നൂലെടുക്കുന്നത് മാതിരിയായിരിക്കുമെന്നാണ്. വെണ്ണയിൽ നിന്നും നൂലെടുക്കുന്നത് മാതിരി ഒരു മുഅ്മിന്റെ റൂഹും മുഅ്മിനല്ലാത്ത ഒരു മനുഷ്യന്റെ റൂഹ് മുള്ളുവേലിയിൽ ഉടക്കിയ വസ്ത്രം വലിച്ചെടുക്കുന്ന പോലെ. അതാണ് ഈ അന്തരീക്ഷത്തിൽ അതിശീഘ്രം നീങ്ങുന്നവർ. അതാരാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതിശീഘ്രം നീങ്ങിക്കൊണ്ടിരിക്കുക. അതിവേഗം പായുന്നവർ, അതിശീഘ്രം നീന്തുന്നവരും, മുങ്ങിച്ചെന്ന് വലിച്ചെടുക്കുന്നവരും,
സാവകാശം പുറത്തെടുക്കുന്നവരും അങ്ങനെ അങ്ങനെ ലോകത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നവർ എന്നാണ്. എന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ മുദബ്ബിറാത്തി അംറ. ആരാണോ മുങ്ങിച്ചെന്ന് വലിച്ചെടുക്കുക, ആരാണോ സാവകാശം പുറത്തെടുക്കുക, ആരാണോ അതിശീഘ്രം നീന്തുക, ആരാണോ കുതിച്ചു പായുക. ഇതിനെപ്പറ്റി ഇമാം റാസി പറയുന്നു, അജ്മഅൽ ഉലമാ അലാ അന്നഹും ഹുമുൽ മലായിക. ഈ മുദബ്ബിറാത്തി അംറ അങ്ങനെ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞത് മലക്കുകളെ പറ്റിയാണ്. മുങ്ങിച്ചെല്ലുന്നതും സാവകാശം എടുക്കുന്നതും അസ്രായീൽ അലൈഹിസ്സലാമാണ്. നീന്തുകയും അതിശീഘ്രം കൊണ്ടുപോവുകയും ചെയ്യുന്നത് മീകായിൽ, ഇസ്രാഫീൽ, മീകായിൽ അലൈഹിസ്സലാമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുക. പിന്നെ അസ്രായീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പണി ഇസ്രാഫീലിന്റെ പണി വരാൻ പോകുന്നതേ ഉള്ളൂ. അസ്രായീലും മീകായിലുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരാണ് വൽ മുദബ്ബിറാത്തി അംറ. ഈ ലോകത്തിന്റെ അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന അവർ രണ്ടുപേരുമാണ്. അതിൽ മീകായിലിനാണ് ഏറ്റവും കൂടുതൽ ദൗത്യമുള്ളത്, ദൈനംദിന ദൗത്യമുള്ളത്. അതിനെപ്പറ്റിയാണ് അതുകൊണ്ടാണ് ഫൽ മുദബ്ബിറാത്തി അംറ. ഈ 4 ആയത്തുകൾ വെച്ചുകൊണ്ട് ഈ മുദബ്ബിറാത്തി അംറ എന്നത് ഏതെങ്കിലും ഒരു വലിയാണെന്ന് പറയാൻ കഴിയും. ഏതെങ്കിലും വലിയ നീന്തിച്ചെന്ന് മുങ്ങിയെടുക്കുന്നുണ്ടോ വല്ലതും? ഏതെങ്കിലും വലിയ സാവകാശം വല്ലതും പോയെടുക്കുന്നുണ്ടോ? ഏതെങ്കിലും വലിയ അന്തരീക്ഷം ഇവരോട് ചോദിച്ചാൽ അവർക്ക് നീന്തുണ്ടെന്ന് പറയുമായിരിക്കും. അപ്പൊ റാസി പറഞ്ഞ ഇത് അനഹുമുൽ മലായിക. എന്നിട്ട് റാസി പറയുന്നു, ചിലർ പറഞ്ഞു ഇത് നക്ഷത്രങ്ങളാണ്, ചിലർ പറഞ്ഞു ഇത് യോദ്ധാക്കളാണ്, യുദ്ധത്തിലെ യോദ്ധാക്കളാണ്, ചിലർ പറഞ്ഞു യുദ്ധത്തിലെ കുതിരയാണ്, ചിലർ പറഞ്ഞു യുദ്ധത്തിലെ യുദ്ധനായകന്മാരാണ്. എന്നിട്ട് പറയുന്നു ഇതൊന്നും അലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അഭിപ്രായങ്ങളൊന്നും റസൂലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ല. ഉലമാക്കൾ മുഴുവനും പറയുന്നത് അജ്മഉ, അവർ മുഴുവനും പറയുന്നത് ഇത് മലക്കുകളാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയും, എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഇത് ആത്മാക്കളാണ്, ചില ആത്മാക്കളാണ്. അവസാനമായി പറഞ്ഞു, ആരാണ് പറഞ്ഞിട്ടില്ല, ഊരും പേരുമില്ലാത്ത ഒരു അഭിപ്രായമാണ്. എന്നിട്ട് എന്താ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ, ചില ആത്മാക്കൾ ആത്മീയമായ പരിശുദ്ധിയിൽ വളർന്ന് അവർ മരണപ്പെട്ടു പോയാൽ മലക്കുകളുടെ ലോകത്തേക്ക് അവർ എത്തിപ്പെടും, മലക്കുകളുടെ കൂട്ടത്തിൽ അവർ എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ മക്കളോ അവരുടെ ശിഷ്യന്മാരോ ആരെങ്കിലും എന്തെങ്കിലും ആഗ്രഹിച്ചാൽ സ്വപ്നത്തിൽ വന്ന് ചില വഴികൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും. ചില ഗുരുക്കന്മാർ ശിഷ്യന്മാരുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ? ചില പിതാക്കന്മാർ മക്കളുടെ സ്വപ്നത്തിൽ വരുന്നില്ലേ? ആകെ അർവാഹ് എന്ന് പറഞ്ഞിട്ട് ഈ അർത്ഥത്തെ ഈ പ്രപഞ്ചത്തിൽ എന്നതൊന്നുമല്ല. ഈ അർവാഹ് എന്ന് പറഞ്ഞതിന് ഏതോ ഒരാൾ പറഞ്ഞത് അഭിപ്രായമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ പഴയ തഫ്സീറുകൾ എല്ലാ അഭിപ്രായങ്ങളും ഉദ്ധരിക്കും, ഒരടിസ്ഥാനമില്ലാത്ത അഭിപ്രായങ്ങളും ഉദ്ധരിക്കും. ചിലപ്പോൾ ആ ഉദ്ധരണി ആരുടേതാണെന്ന് പോലും അവർ പറയില്ല. പക്ഷേ നമ്മളെടുത്തിട്ട് അതെല്ലാം റാസി പറഞ്ഞു, ഇബ്നു കസീർ പറഞ്ഞു, കശാഫ് പറഞ്ഞു, സമഖ്ശരി പറഞ്ഞു എന്ന് വെച്ചാൽ ഇബ്നു കസീറിന്റെ കിതാബിൽ ഇങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതുപോലും പ്രപഞ്ച നിയന്ത്രണമല്ല, അവർ സ്വപ്നത്തിൽ വന്നൊരു കാര്യം പറഞ്ഞതിനെ പറ്റിയാണ്. അങ്ങനെയാണ് വലിയ ഉസ്താദിനെ മുദബ്ബിറാക്കി പറഞ്ഞില്ലേ? അവിടെ നിന്നാണ് ഞങ്ങളും ഇത് പഠിച്ച് മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് മുദബ്ബിറാക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആക്കിക്കൂടാ എന്നാണ് ചോദ്യം. പ്രിയപ്പെട്ട ആലോചിച്ച് നോക്കി, എവിടെ എത്തിയിരുന്നു? അത്യന്തം ഭീകരമായ. അതുകൊണ്ടാണ് ശിർക്ക് എന്നാണ് പറയുന്നത്, കുഫ്ർ എന്നാണ് പറയുന്നത്. ബാക്കി പരസ്പരം ശിർക്കും കുഫ്റും പറ്റിയായി പറയാറില്ല. ഇത് തനി ശിർക്കൻ തരീക്കത്താണ്, ഇത് കുഫ്റിന്റെ തരീക്കത്താണ്, ഇത് ഇബ്ലീസിനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, ഇബ്ലീസിനെ രക്ഷപ്പെടുത്തുന്ന ഇബ്ലീസ് തരീക്കത്താണ്. ഈ രൂപത്തിൽ പറഞ്ഞ ഞാൻ പറയുന്നതാണെന്ന് ചോദിച്ചാൽ, നമ്മളെ തെറ്റായ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ആ വഴിയിൽ കൂടി പോയി ഗുഹ എവിടെ കൊണ്ടെത്തിക്കും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ തൗഹീദിൽ അടിയുറച്ചു നിൽക്കണം. ഞാൻ ആ പോയിന്റോടെ അവസാനിപ്പിക്കാം. ഇനി എന്റെ വേറെ വശം പിന്നീട് സൂചിപ്പിക്കാം. പല കാര്യങ്ങൾ പറഞ്ഞു വന്നാം. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ഈ 5 പോയിന്റിൽ മുസ്ലിം സമൂഹത്തിൽ നേരത്തെ സംഭവിച്ചത് 3ാമത്തെ പോയിന്റിൽ ഒരു പിഴവായിരുന്നു. നന്മതിന്മകൾ ചെയ്യാൻ അള്ളാഹുവിനെ ഡയറക്റ്റ് സമീപിക്കാതെ അള്ളാഹുവിന്റെ വിശുദ്ധാത്മാക്കൾ എന്ന് പറയുന്ന ഔലിയാക്കളെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ലയോ? അവരെ വാഴ്ത്തിപ്പോഴ്ത്താൻ പാടില്ലയോ? അവരുടെ മക്ബറയിൽ പോയി നേർച്ചിടാൻ പാടില്ലയോ? ഇതായിരുന്നു. അപ്പോഴും അവരുടെ വിശ്വാസം ആത്യന്തികമായി ചെയ്യുന്ന ആര് തന്നെയാണ്, അള്ളാഹു തന്നെയാണ് ആ കഴിവ് കൊടുത്തിരിക്കാൻ എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ചുള്ളത്. ഇപ്പോൾ ആ വിഭാഗത്തിന്റെ ഒരു ചെറിയ ന്യൂനപക്ഷം, 3ാമത്തെ വിഭാഗം മുദബ്ബിർ എന്ന് പറയുന്ന 3ാമത്തെ അള്ളാഹുവിന്റെ തൗഹീദിന്റെ അള്ളാഹുവിന്റെ അധികാരത്തിലും അവർ കൈവച്ചിരിക്കുന്നു. ഇനി അവർ കൈവെക്കാനുള്ളത് ലോകത്തിന്റെ സൃഷ്ടിപ്പിൽ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈ ഒളിയാണ് എന്ന് മാത്രമേ പറയാൻ പറ്റാതുള്ളവർക്ക്. ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നവരാണ് ഈ 2 ഖാലിഖ്, റബ്ബ്. ഈ 2 മാത്രമാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്.
ഖൈറും ഷർറും നേരത്തെ തന്നെ പ്രശ്നമാക്കി ഇപ്പോൾ അവർ മുദബ്ബിറിലും കയറി പിടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിൽ ഒരു ചെറിയ പോയിന്റിൽ വിട്ടുവീഴ്ച ചെയ്താൽ തൗഹീദ് നമ്മുടെ മനസ്സ് അതിശക്തമായ ഉറച്ചു നിൽക്കണം. അത് വലിയൊരു കരുത്താണ് ഞാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം താറുമാറായി പോകും. നമ്മൾ സർവ്വതിനും മുട്ടുകൊത്തും, എല്ലാത്തിനും നമ്മൾ മേടിക്കും, എല്ലാ തൂണിനെയും തുരുമ്പനെയും നമ്മൾ മേടിക്കും, എല്ലാ അന്ധവിശ്വാസ അനാചാരം കയറി വരും. ഏത് മന്ത്രവാദിനെയും ഏത് ആളുകളും നമ്മളെ ഭയപ്പെടും, ഏത് സാഹിബിനെയും നമ്മൾ ഭയപ്പെടും. ആ അവസ്ഥയിലേക്ക് ഭയത്തിന്റെയും ഭീതിയുടെയും ഒരു മാനസികാവസ്ഥ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി എത്തിക്കാതെ നമ്മൾ തൗഹീദ് നമുക്ക് ധൈര്യം പകർന്ന ഒന്നായി നിൽക്കണമെങ്കിൽ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ 5 പോയിന്റുകൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു. അള്ളാഹുവാണ് ഖാലിഖ്, അവനാണ് റബ്ബ്, അവനാണ് മുദബ്ബിർ, അവനാണ് ഖൈർ ഷർ തീരുമാനിക്കുന്നത്, അവനാണ് നന്മ തിന്മകൾ നിർവഹിച്ചു തരുന്നത്. ഈ തൗഹീദിന്റെ ആത്മീയമായ വശത്തെ പറ്റിയുള്ള പ്രഭാഷണം ഖുത്ബ സീരിയൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ അവസാനം ഈ പരീക്ഷത്തിനെ പറ്റി സൂചിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു തിന്മ വളർന്നു വരിക. ഇൻഷാ അല്ലാഹ് ഇതുമായി തൗഹീദുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അതിന്റെ മറ്റു വശങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് സന്ദർഭോചിതമായി ഞാൻ പിന്നീട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തുടർന്നുള്ള ഖുത്ബകൾ ഞാൻ സൂചിപ്പിക്കാം. അല്ലാഹു കാര്യങ്ങൾ യഥാവിധി ഗ്രഹിക്കുവാനും യഥാവിധി മനസ്സിലാക്കുവാനും സത്യസന്ധമായി പറയുവാനും തൗഫീഖ് എനിക്കുന്നത് കേൾക്കുവാനും തൗഫീഖ് നിങ്ങൾക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.